ചോറ് തിന്നാൻ മോഹിച്ചൊരു കാലം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അതിനെക്കുറിച്ചൊന്ന് ചെറുതായിട്ടൊന്ന് പറയുമോ? എന്താ അതിനെക്കുറിച്ച്? അന്ന് ദാരിദ്ര്യങ്ങൾ കൂടുതൽ. അന്ന് നമ്മുടെ നാട്ടിൽ ഗൾഫില്ല. അന്ന് ഉള്ളവർക്കുണ്ട്, ഇല്ലാത്തവർക്കില്ല. അന്ന് ഏറ്റവും ദാരിദ്ര്യമാണ് ഈ കോട്ടക പഞ്ചായത്തിലൊക്കെ. അന്ന് എല്ലാവരും കൂലിപ്പണിക്കാരാണ്. സുബ്രഹ്മണ്യേട്ടൻ പറഞ്ഞൊരു ഡയലോഗ് ഉണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പണ്ട് കാലത്ത്, അതായത് അദ്ദേഹത്തിന് ഒരു 7, 8, 9 വയസ്സിൻ്റെ ഇടയിൽ മര്യാദയ്ക്ക് ചോറ് ഉണ്ണാൻ കൊതിച്ച സമയങ്ങളുണ്ടായിട്ടുണ്ട്. പണ്ട് ഒരു അളവിൻ്റെ കാര്യം അദ്ദേഹം പറയും. അപ്പോൾ ഈ ഗോതമ്പും അരിയും കൂടിയിട്ടാണ് കിട്ടുക. കുറഞ്ഞ അളവേ ഉണ്ടാവുള്ളൂ. ഈ അരി ഗോതമ്പും കൂടി കൂട്ടിയാൽ എന്തെങ്കിലും വയറ് നിറയുള്ളൂ. അപ്പോൾ അദ്ദേഹം ആ പഴയ കാലത്തിലേക്കൊന്ന് സഞ്ചരിക്കുകയാണ്. തൻ്റെ സ്വന്തം വീട്ടിൽ നിന്ന് വയറ് നിറച്ച് ചെറുപ്പത്തിൽ ആഹാരം കഴിച്ചിട്ടില്ല എന്ന സാക്ഷ്യപ്പെടുത്തൽ. രാത്രിയാകുമ്പോൾ ഈ സാമൂഹ്യ വിരുദ്ധര് കുപ്പി ബിയറും കുപ്പിയാ അത്രയും സാധനം ഉണ്ടല്ലേ. നഗ്നപാതനായി കള പറിക്കുമ്പോഴും കുപ്പിച്ചില്ലുകളുണ്ട് എന്നുള്ളത് വലിയൊരു വെല്ലുവിളിയാണ്. ഈ 62-ാം വയസ്സിലും അഹോരാത്രം അന്നത്തിന് വേണ്ടി പോരാടുന്ന സുബ്രഹ്മണ്യൻ. സ്വന്തം വീട്ടിൽ നിന്നും വയറ് നിറച്ച് ചോറുണ്ണാൻ കഴിയാത്ത ഒരു കുട്ടിക്കാലം സുബ്രഹ്മണ്യേട്ടൻ ഓർത്തെടുക്കുന്നു. ഈ 62 വയസ്സിലും അദ്ദേഹം ജോലി ചെയ്യുകയാണ്. നമ്മളുടെ കുട്ടികളുടെ മനസ്സിലില്ലാത്ത ഈ നല്ല നല്ല കാഴ്ചകൾ ഒരു കാലത്ത് കേരളത്തിൻ്റെ സ്വത്തായിരുന്നു. സുബ്രഹ്മണ്യേട്ടൻ കള പറിക്കുമ്പോൾ ഞാനൊന്ന് ഇറങ്ങി നോക്കിയതാ. അപ്പോൾ ഇതിൽ സാമൂഹ്യ വിരുദ്ധര് പല ബിയറിൻ്റെ കുട്ടികളെ പല കുട്ടികളെ. അപ്പോൾ അതൊക്കെ ഈ നഗ്നപാതനായിട്ട് ഇവിടെയൊക്കെ ക്ലിയറാക്കി നിൽക്കുകയാണ് സുബ്രഹ്മണ്യേട്ടൻ. കള പറിക്കുകയാണ് ഇപ്പോൾ സംഭവം. നമ്മൾ കൃഷി ഇറക്കാൻ വേണ്ടിയിട്ട് അതെ, അതിൻ്റെ 4 സൈഡും നന്നാക്കി കൊടുക്കുക. അതെ, പിന്നെ അത് കൂട്ടി നന്നാക്കി 4 ഭാഗിയിട്ട് പറിച്ചിട്ടുണ്ടാകും. ഇത് സുബ്രഹ്മണ്യേട്ടൻ പണിക്കർക്കുണ്ട്. ഞാൻ നിങ്ങളെ കണ്ടപ്പോൾ അവിടെ നിർത്തി ഒന്നിങ്ങോട്ട് ഇറങ്ങിയതാ. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളവിടെ ഈ കള പറിക്കുന്നതിൻ്റെ ഇടയിൽ ചെരുപ്പ് ഇടാതെ കുപ്പീൻ്റെ ഇടയിൽ കൂടി നടക്കുന്നുണ്ട്. പിന്നെ ട്രാക്ടറിൻ്റെ പണി ഇവിടെ നടക്കുന്നുണ്ട്. അല്ല, അപ്പം നിങ്ങൾക്ക് ഈ അവിടെ ഈ കള പറിച്ച് നമ്മൾ നെല്ല് വിതയ്ക്കാൻ വേണ്ടിയിട്ടാണല്ലോ അപ്പോൾ ഇത്. അപ്പോൾ ഈ നഗ്നപാതന കാലം പൊന്തിച്ചാൽ നിങ്ങളിപ്പോൾ ചെരുപ്പ് ഇട്ടിട്ടില്ല. ഈ ഒരു അവസ്ഥയിൽ ഇപ്പോൾ ഈ ഇതിലൊക്കെ എത്രയാ കുപ്പി നമ്മൾ കണ്ടില്ലേ? ബിയറിന്റെ കുപ്പി, പല കുപ്പികൾ. അതെ, കൂട്ടി കഴിഞ്ഞാൽ സുഖമായിട്ട് ആരും ചെരുപ്പിട്ട് കണ്ട് ഇറങ്ങാൻ കഴിയില്ല. നമ്മളെ കാല് പറിച്ചാൽ കിട്ടൂല. അല്ല, ഷൂവും പറ്റൂല. അതല്ല, അപ്പൊ നിങ്ങൾക്ക് അതിനുള്ള എന്തെങ്കിലും മേടിച്ചു തരുമൊക്കെ ചെയ്യൂലേ? ചെരുപ്പോ എന്തെങ്കിലുമൊക്കെ? ചെരുപ്പൊക്കെ നമ്മളൊരു കൂലിപ്പണിക്കാരനല്ലേ. അപ്പൊ അവര് വൈകുന്നേരം നമ്മൾ പണിയെടുത്താലുള്ള കൂലി, അല്ലാതെ ഇപ്പൊ എന്താ നമുക്ക് വേറെ ഒന്നുമില്ലല്ലോ. അല്ല, സംഗതി ശരിയാണ്. എന്നാലും അല്ല, ഇതിലൊക്കെ നിൽക്കുമ്പോഴേ ഈ കാണുന്നവർക്ക് വേറൊരു പ്രതിയോട് ചെറുപ്പത്തിൽ ശീലിച്ചു പോയില്ലേ. മറ്റേ 10 വയസ്സ് തുടങ്ങിയ കൃഷിപ്പണിയിൽ കണ്ടു 62 വയസ്സ്. 62 വയസ്സായി. ഇപ്പോഴും നമ്മൾ ആ പണിയെടുക്കേണ്ട സ്റ്റാമിനോട്ട് പോയി പണിയെടുക്കണമെന്ന് മാത്രം. അല്ല, ഇന്നത്തെ കുട്ടികൾക്ക് ഇതിനെ കുറിച്ചൊന്നും അറിയൂല. ഇന്നത്തെ കുട്ടികളൊക്കെ പോലെ അവരെ അച്ഛന്മാരൊക്കെ വിദേശത്ത് പഠിച്ചിട്ട് ജോലിയൊക്കെ കിട്ടി അങ്ങോട്ട് തന്നെയാവും. അപ്പോൾ പലർക്കും ഇതിനെപ്പറ്റി അറിയില്ല. ഇപ്പം അതൊന്ന് നോക്കി ഒന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു കൊടുത്താൽ ഇതൊക്കെ എന്തൊക്കെയാ അവസ്ഥ എന്ന്. ഇതിപ്പോൾ നിങ്ങൾ കള പറിക്കുകയാണ്. കള പറിച്ച് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞ് അതെ ഞാറ് പാകാൻ വേണ്ടി റെഡിയാക്കുകയാണ്. ഇനി ഇത് നല്ല ചളിയാക്കി കഴിഞ്ഞാൽ നാറ് പാകും, വിത്ത് പാകിയിട്ട് അത് 28 മൂപ്പായ പറിക്കും. പറിച്ചിട്ട് ഈ കണ്ണ ഫുള്ള് നന്നാക്കിയിട്ട് നടും. നട്ട് കൃഷി ഉണ്ടാക്കിയിട്ട് പിന്നെ അത് ഏതാണ് വിത്ത്? വിത്ത് എന്താണ്? പൊന്മണിയാണ്. കൃഷിവാണ് കിട്ടുന്നത്. പെട്ടെന്ന് ഉണ്ടാവും. 3 മാസം കഴിയും ഉണ്ടാക്കി എടുക്കുമ്പോൾ തന്നെ. എന്നിട്ട് അത് കൊയ്തിട്ട് ഇപ്പോൾ ആൾക്കാരെ കൊയ്ത്തില്ല, മെഷീൻ വന്ന് കൊയ്ത് നെല്ലായി തേങ്ങ കാര്യം.
ഇതിപ്പോൾ കഞ്ഞൂര് കയറ്റി പൈസ തന്നെ എപ്പോഴും കൂടി വരാതെ തരിക്കും. അല്ല ഈ ജോലി കൊണ്ടൊക്കെ എങ്ങനെ ഉഷാറായി പോകുന്നുണ്ട്? കുറേ വർഷങ്ങളായില്ലേ ഇപ്പോൾ ഈ ജോലി തുടങ്ങിയിട്ട്? നിങ്ങൾ ഇതിങ്ങനെ എന്നും പണിയെടുക്കുന്നു, ജീവിക്കുന്നു, പോകുന്നു, അത്ര തന്നെ. അതുകൊണ്ട് ഇപ്പോൾ എല്ലാവരും കൊണ്ട് എല്ലാവരും പരമ്പരയില്ലാതെ ജീവിച്ചു പോകുന്നുണ്ട്. മക്കൾ ഒരാൾ ഇൻഡസ്ട്രിയിൽ പണിയാണ്. ഇപ്പോൾ ഒരു മോന അലുമിനിയത്തിൻ്റെ ഫാബ്രിക്കേഷൻ്റെ പണിയിലാണ്. ഒക്കെ എപ്പോഴെങ്കിലൊക്കെ ഒരു ജോലി ഉണ്ടാവും, ഇതായിട്ടുണ്ടാവില്ല. പിന്നെ വലിയ വലിയ കമ്പനികളല്ലേ നാട്ടിൽ. അതെ. അല്ല നമ്മളിപ്പോൾ ഇതിങ്ങനെ റെഡിയാക്കിയതിന് ശേഷം നമ്മൾ എത്ര ദിവസം കഴിഞ്ഞിട്ടാണ് നമ്മളിത് വിത്ത് നടുകയെന്നാ പറയാം. അതെ അതെ അതെ. നമ്മൾ നെല്ല് നാറ് ഇത് പറിച്ചിട്ട് അത് വേറെ ചെറിയ ഇലവായിട്ട് ആകം നടും. അത് 3 മാസം കഴിയും. 3 മാസം കഴിയും. അത് കഴിഞ്ഞ് എത്ര ദിവസം കഴിഞ്ഞിട്ട് അതിൻ്റെ വിളവ് കാര്യങ്ങൾ? 3 മാസം കൊണ്ട് വിളവ് കഴിയും, എടുക്കുകയും ചെയ്യും. മറ്റേ ഈ ശരിക്കും അതല്ല ചോദിച്ചത്, ഇത് നമ്മൾ ഇത് റെഡിയാക്കിയതിന് ശേഷം എത്ര ദിവസം കഴിഞ്ഞിട്ടാണ് ഇത് നമ്മൾ പാകുക എന്നാണ് ചോദിച്ചത്. ഇത് ഒരു 10-15 ദിവസത്തിനുള്ളിൽ ഒന്നും കൂടി കളിയാക്കും. അപ്പോൾ ഈ കള ഫുള്ള് പോകാൻ വേണ്ടിയിട്ട് എന്നിട്ട് അത് വെള്ളം പറ്റ വാർത്തിട്ട് 4 ഭാഗം കഴിഞ്ഞിട്ട് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ കുടഞ്ഞിടും, മുളപ്പിച്ചിട്ട് ചെറിയ മുള വരുള്ളൂ. അങ്ങനെ പാകിച്ചിട്ട് വെള്ളം തീരല്ലാതെ ഒരാഴ്ച നിർത്തിയിട്ട് പൊക്കൽ പൊന്നിന്. അല്ല സുബ്രഹ്മണ്യേട്ടൻ, ഈ ചോറ് തിന്നാൻ മോഹിച്ചൊരു കാലം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അതിനെക്കുറിച്ച് ഒന്ന് ചെറുതായിട്ടൊന്ന് പറയുമോ? എന്താ അതിനെക്കുറിച്ച്? അന്ന് ദാരിദ്ര്യങ്ങൾ കൂടുതൽ. അന്ന് നമ്മുടെ നാട്ടിൽ ഗൾഫില്ല. അന്ന് ഉള്ളവർക്കുണ്ട്, ഇല്ലാത്തവർക്കില്ല. അന്ന് ഏറ്റവും ദാരിദ്ര്യമാണ് ഈ കോട്ടക പഞ്ചായത്തിലൊക്കെ. അന്ന് എല്ലാവരും കൂലിപ്പണിക്കാരാണ്. ഒരു ദിവസം പണി ഉണ്ടായാൽ ചിലപ്പോൾ ഒരാഴ്ച പണി ഉണ്ടാവില്ല. അങ്ങനത്തെ കാലഘട്ടം. അന്ന് വലിയ നമ്മളമാരെ വീട്ടിൽ പോയി ജോലി ചെയ്താൽ അവിടുന്ന് വല്ലതും കഴിക്കുക എന്ന് പോകുന്നു. ഞാനിന്ന് നമ്മുടെ മറ്റേ ഇതുണ്ട്, മറ്റേ കോട്ടൂർ പാറപ്പുറത്തെ നായന്മാരുണ്ട്. ഞാനെൻ്റെ 7 വയസ്സിൽ പോയതാണ്. 7 വയസ്സിൽ സ്കൂൾ വേണ്ടാച്ചിട്ട് എന്നിട്ട് സ്കൂളില്ലാതെ പോയതാണ്. സ്കൂളില്ലാതെ പോയ ആ അമ്മ നമ്മളെ ദൈവ എന്താ വെച്ചാൽ അതാണ് നമ്മൾ വയറ് നിറച്ച് ആഹാരം തന്നൊരു അമ്മ. അതിൻ്റെ പേര് അമ്മാളുമ്മ എന്ന് പറയും. പാറപ്പുറത്ത് അമ്മാളുമ്മ എന്ന് പറഞ്ഞാൽ ഈ കോട്ടൂർ അതാണ് നമ്മൾ. അതല്ല അതിൻ്റെ ഭക്ഷണമാണ് ഞാൻ പണ്ട് നിങ്ങൾ ഈ പറഞ്ഞ സമയത്ത് ഈ റേഷൻ കാർഡിൽ നിന്നൊക്കെ കുറഞ്ഞ അളവേ കിട്ടുള്ളൂ. സാധനം യൂണിറ്റിൻ്റെ കണക്ക്. അപ്പോൾ ഈ ഗോതമ്പും അരിയും കൂടിയിട്ട് മിക്സ് ചെയ്തിട്ടാണ് എന്തെങ്കിലുമൊക്കെ വയറ്റിലാവുള്ളൂ എന്ന് പറഞ്ഞു. അതെ. രാവിലെ ഈ വീട്ടിലേക്ക് വരും. അവിടുന്ന് ഉച്ചക്ക് ശരിക്കും നമുക്ക് അന്ന് ഉച്ചക്ക് വയറ് നിറച്ചൊരു ആഹാരം കിട്ടി ആ വീട്ടിൽ കിട്ടുന്നതാണ്. എന്നിട്ട് പിന്നെ രാത്രി ചെല്ലുമ്പോൾ ഈ എല്ലാവരും ഉണ്ടാവില്ല. കുട്ടികളിപ്പം നമ്മളെ വീട്ടിൽ 5-6 ഉണ്ടാവും. എല്ലാവർക്കും കൂടി കഴിക്കാൻ ഈ ഇവർ പണിയെടുത്തിട്ട് വേണ്ടേ? പണി ഉണ്ടാവില്ല അന്നത്തെ കാലത്ത്. ഈ സമയം ഏറ്റവും ദാരിദ്ര്യമുള്ള കാലമാണ് ഈ കർക്കിടക മാസം. അന്നത്തെ കാലത്ത് പണി ഉണ്ടാവില്ല ഈ സമയത്ത്. അതെ അതെ അതെ. ഈ സമയത്ത് പണി ഉണ്ടാവില്ല. പട്ടിണി എടുത്ത് അന്നാണ് ഈ താള് തമര ഇതൊക്കെ ശരിക്ക് കപ്പ കൊടുന്നിട്ട് പൂളാന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ലേ? കപ്പ പൂള കൊടുന്നിട്ട് അത് ഇതും കൂടി ഉണ്ടാക്കിയിട്ടാണ് ശരിക്കൊക്കെ വൈകുന്നേരം വയറ്. ഇനി അത്ര പറയുന്നത് ഈ അമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ദൈവമാണിത്. അതിൻ്റെ അടുത്താണ് ശരിക്കും ഞാൻ ഭക്ഷണം കഴിച്ചത്. അത് നമ്മളെ ദൈവമാണ്. അത് മരിച്ചുപോയി. പ്രായം കുറേ ഇവരൊക്കെ ഇപ്പോൾ ഇവിടുന്നൊക്കെ വിറ്റുപോയി, എല്ലാവരും പോയി. ബാക്കിക്കാർ പറയണം നമ്മളെ അമ്മനെക്കാട്ടിൽ സ്നേഹിക്കുന്ന അമ്മയാണ്. രാത്രി ഞാൻ പോകുമ്പോൾ, ഞാൻ വൈകുന്നേരം വീട്ടിൽ പോകുമ്പോൾ വൈകുന്നേരം ചോറ് വെക്കുമ്പോൾ അതിൻ്റെ എനിക്ക് തരേണ്ട ഭക്ഷണമായിട്ടാണ് പറയുന്നത്. ആ അമ്മ തരലാണ്. അതിൻ്റെ ചോറ് വാർക്കുമ്പോൾ അതിൻ്റെ തെളി പശുവിന് കൊടുക്കും. ബാക്കി അതിൽ കുറച്ച് വച്ചിട്ടുണ്ട്, അത് കുടിച്ചിട്ടുണ്ട്. അത് ദാരിദ്ര്യമാണ്. പിന്നെ ദാരിദ്ര്യം നിന്ന് പോയി ആട് എന്തും ആവും.